അൽഹംദുലില്ലാഹി റബ്ബിൽ ആലമീൻ അല്ലാഹുമ്മ സ്വല്ലി അലാ സയ്യിദിനാ മുഹമ്മദി വഅലാ ആലി സയ്യിദിനാ മുഹമ്മദ്. എൻ്റെ പ്രിയപ്പെട്ട മുഅ്മിനീങ്ങളെ, നമ്മളിലേക്ക് ഒരു വിഷമം കടന്നു വന്നാൽ, ഒരു ദുഃഖം കടന്നു വന്നാൽ അതിനെ നമുക്ക് എങ്ങനെ അതിൽ നമുക്ക് വിജയിക്കാം? അള്ളാഹു അതൊക്കെ പെട്ടെന്ന് നമുക്ക് മാറ്റിത്തരാനുള്ള ഒരു മഹത്തായ ഒരു ഇസ്മിനെയാണ് ഞാൻ നിങ്ങൾക്ക് ഇന്ന് പരിചയപ്പെടുത്താൻ പോകുന്നത്. നമ്മുടെ കൂട്ടത്തിൽ ഒരുപാട് പേര് പ്രയാസങ്ങൾ അനുഭവിക്കുന്നവരുണ്ട്. വിദേശ രാജ്യത്ത് പോകാൻ നിൽക്കുന്നവരുണ്ട്, മക്കളില്ലാത്തവരുണ്ട്, ഭവനമില്ലാത്തവരുണ്ട്, കടങ്ങൾ കൊണ്ട് ബുദ്ധിമുട്ടുന്നവരുണ്ട്. എൻ്റെ പ്രിയപ്പെട്ട മുഅ്മിനീങ്ങളെ, നിങ്ങളൊന്നും ഒരിക്കലും വിഷമത്തോടെ പ്രയാസത്തോടെ നിങ്ങൾ ജീവിതങ്ങൾ തട്ടി നീക്കാതെ മഹത്തായ ഒരു നാമത്തെ ഞാൻ നിങ്ങൾക്ക് പരിചയപ്പെടുത്തി തരാം. മഹത്തുക്കളായ പണ്ഡിതന്മാർ പറഞ്ഞതുപോലെ നിങ്ങൾ ഈ നാമം ചൊല്ലിയിട്ട് അല്ലാഹുവോട് ദുആ ചെയ്താൽ, ഇഖ്ലാസോടെ നിങ്ങൾ അല്ലാഹുവോട് ദുആ ചെയ്താൽ, അല്ലാഹു സുബ്ഹാനഹു വ തആല നിങ്ങളുടെ വിഷമങ്ങളും പ്രയാസങ്ങളും വേദനകളൊക്കെ അല്ലാഹു മാറ്റി തരുന്നതാണ്. അത്ര മഹത്വമുള്ള ഒരു നാമത്തെയാണ് ഞാൻ നിങ്ങൾക്ക് ഇന്ന് പരിചയപ്പെടുത്താൻ പോകുന്നത്. ഒരാൾക്ക് ശക്തമായ ദുഃഖം ഉണ്ടാകുമ്പോൾ ഈ ഇസ്മിന് 1000 വട്ടമോ 1000 വട്ടമോ 70,000 വട്ടമോ രണ്ട് അഭിപ്രായമുണ്ട്. നിങ്ങൾക്ക് ഇഷ്ടമുള്ളത് ചെല്ലാൻ കഴിയുമെങ്കിൽ 70,000 ചൊല്ലിക്കോളൂ. എന്നാൽ എത്ര ശക്തിയുള്ള അടിയുറച്ച ദുഃഖമായാലും അല്ലാഹു സുബ്ഹാനഹു വ തആല അതിൽ നിന്ന് നിങ്ങൾ രക്ഷപ്പെടുത്തുന്നതാണ്. അത്ര മഹത്തായ ഒരു ഇസ്മിനെയാണ് ഞാൻ നിങ്ങൾക്ക് ഇന്ന് പരിചയപ്പെടുത്താൻ പോകുന്നത്. അല്ലാഹുവിന്റെ നാമങ്ങൾക്ക് വലിയ മഹത്തുക്കളായ പണ്ഡിതന്മാര് പറഞ്ഞു തന്നതുപോലെ പ്രപഞ്ചസൃഷ്ടാവായ അല്ലാഹുവിന്റെ നാമങ്ങൾ നമ്മൾ ചൊല്ലിയിട്ട് അല്ലാഹുവോട് ദുആ ചെയ്താൽ നമ്മൾ എത്ര വലിയ വിഷമങ്ങളും പ്രയാസങ്ങളും അല്ലാഹു മാറ്റിത്തരുന്നതാണ്. ധാരാളം അനുഗ്രഹങ്ങൾ അല്ലാഹു നമുക്ക് ചെയ്യുന്നതാണ്. ഞാൻ ഇന്ന് പറയാൻ പോകുന്ന ഇസ്മ നിങ്ങൾ ചൊല്ലുകയാണെങ്കിൽ എത്ര ശക്തമായ ദുഃഖവും അല്ലാഹു മാറ്റുന്നതാണ്. അത്ര മഹത്തായ ഒരു നാമത്തെയാണ് ഞാൻ നിങ്ങൾക്ക് ഇന്ന് പരിചയപ്പെടുത്താൻ പോകുന്നത്. ഇനി നമുക്ക് എന്തെങ്കിലും ഒരു കാര്യം സ്വപ്നത്തിൽ, അതായത് ഭാവി കാര്യം നിങ്ങൾ അറിയാൻ ആഗ്രഹിക്കുന്നുവെങ്കിൽ, നമുക്ക് ഒരു കാര്യം നമുക്ക് സ്വപ്നത്തിലൂടെ അറിയണം എങ്കിൽ, അറിയണമെങ്കിൽ ഉളൂ എടുത്ത് ഖിബ്ലയ്ക്ക് നേരെ തിരിഞ്ഞിരുന്നിട്ട് ഉറക്കം വരുന്നത് വരെ ഈ ഇസ്മിനെ ഒരാൾ ചൊല്ലിയാൽ, ഞാൻ പറയാൻ പോകുന്ന ഈ മഹത്തായ ഇസ്മിനെ ഇൻഷാ അല്ലാഹ് ഞാൻ പരിചയപ്പെടുത്തും. അപ്പൊ അതിനു മുമ്പ് മുഅ്മിനീങ്ങളെ, ഇതിന്റെ മഹത്വങ്ങൾ പറയണമല്ലോ. നമ്മൾ ഈ ഇസ്മ ചൊല്ലിയാൽ അല്ലാഹു നമുക്ക് തരുന്ന അനുഗ്രഹങ്ങൾ, ആ അനുഗ്രഹങ്ങളുടെ മഹത്വങ്ങൾ, നമുക്കൊരു വിഷയം നമുക്ക് അത് അറിയണമെങ്കിൽ മഹത്തുക്കളായ പണ്ഡിതന്മാര് നമുക്ക് പറഞ്ഞു തരുന്നു. ഒളൂ എടുത്ത് ഖിബ്ലയ്ക്ക് നേരെ തിരിഞ്ഞിരുന്ന് ഉറക്കം വരുന്നത് വരെ ഈ ഇസ്മിനെ ഒരാൾ ചൊല്ലിയാൽ, എന്നിട്ട് ഉറക്കം വരുമ്പോൾ അവിടെ കിടന്ന് ഉറങ്ങിയാൽ അവൻ അറിയാൻ ആഗ്രഹിച്ച ആ കാര്യം സ്വപ്നത്തിലൂടെ അല്ലാഹു അറിയിച്ചു കൊടുക്കുന്നതാണ്. അതിന്റെ പ്രതിവിധി അല്ലാഹു അറിയിച്ചു തരുന്നതാണ്. ഔലിയാക്കളുടെയും മലക്കുകളുടെയും സാന്നിധ്യമല്ലേ അല്ലാഹുവിന്റെ നാമങ്ങൾ നമ്മൾ ചൊല്ലുമ്പോഴുണ്ടാകുന്നത്. മലക്കുകളുടെ സഹായം നമുക്കുണ്ടാകുന്നതാണ് അല്ലേ. അല്ലാഹുവിന്റെ നാമം നമ്മൾ നാവുകൊണ്ട് ചൊല്ലുമ്പോഴേ അതിന് വലിയ മഹത്വങ്ങളുണ്ട് മുഅ്മിനീങ്ങളെ, അല്ലേ. ഇപ്പൊ നിങ്ങൾ ചിന്തിച്ചു നോക്കിയാൽ, നമ്മൾ ഒരാളെ പരദൂഷണം പറഞ്ഞാൽ എന്താണ്? നമ്മളെ നാവ് കൊണ്ട് ഒരാളെ പരദൂഷണം പറഞ്ഞാൽ അതിന് കിട്ടുന്ന ശിക്ഷ എന്താണ്? വലിയ ശിക്ഷയാണ്. അല്ലാഹു നമ്മെ കാക്കുമാറാകട്ടെ, അല്ലേ. അപ്പോൾ നമ്മൾ അല്ലാഹുവിന്റെ ഇസ്മുകൾ ചൊല്ലിയാൽ, അല്ലാഹുവിന്റെ നാമങ്ങൾ നമ്മൾ ചൊല്ലിയാലോ അതിന് ധാരാളം മഹത്വങ്ങളുണ്ട്, അല്ലേ. അത് നമ്മൾ മനസ്സിലാക്കണം. നമ്മുടെ നാവിലാണ് കാര്യങ്ങൾ ഇരിക്കുന്നത്. അല്ലാഹുവിന്റെ നാമങ്ങൾ നമ്മൾ ചൊല്ലുന്ന സദസ്സുകളിൽ റഹ്മത്തിന്റെ മാലാഖമാർ നമ്മളോടൊപ്പം സഹവസിക്കുന്നതാണ്. അപ്പൊ അല്ലാഹുവിന്റെ നാമങ്ങൾ നമ്മൾ ധാരാളം ചൊല്ലുക. ഇനി ഒരാൾക്ക് ഞാൻ പറയാൻ പോകുന്ന ഇസ്മിന്റെ മഹത്വങ്ങളാണ്. ഇനി ഒരാൾക്ക് ശക്തമായ ദുഃഖമുണ്ടാകുമ്പോൾ ഈ ഇസ്മിന് 1000 വട്ടമോ 70,000 വട്ടമോ രണ്ട് അഭിപ്രായമുണ്ട്. നിങ്ങൾക്ക് ഇഷ്ടമുള്ളത് ചെല്ലാം. അപ്പൊ ഈ ഇസ്മിന് 1000 വട്ടമോ 70,000 വട്ടമോ രണ്ട് അഭിപ്രായമുണ്ട്. നിങ്ങൾ ഇഷ്ടമുള്ളത് ചൊല്ലാൻ കഴിയുമെങ്കിൽ 70,000 ചൊല്ലിക്കോളൂ. എന്നാൽ എത്ര ശക്തിയുള്ള അടിയുറച്ച ദുഃഖമായാലും അതിന് അല്ലാഹു രക്ഷപ്പെടുത്തുന്നതാണ്. പടച്ചവനെ, നീ ഞങ്ങൾക്ക് മനസ്സിന് സമാധാനം നൽകണേ അല്ലാഹ്. എൻ്റെ പ്രിയപ്പെട്ട മുഅ്മിനീങ്ങളെ, ഈ ലോകത്ത് അധികം ജനങ്ങളും മരിക്കുന്നത് ഓവർ ടെൻഷൻ കൊണ്ടിട്ടാണ്, അല്ലേ. രോഗങ്ങൾ കൊണ്ടിട്ടല്ല, ടെൻഷൻ, വിഷമങ്ങളും ദുഃഖങ്ങളും പ്രയാസങ്ങളും അവന്റെ ഹൃദയം കീഴ്പ്പെടുത്തുമ്പോൾ അവന്റെ ജീവിതം നശിപ്പിക്കുകയാണ്. അങ്ങനെ ഒരിക്കലും നമ്മൾ ചെയ്യരുത്. നമ്മളെ ജീവിതം നമ്മൾ ഒരിക്കലും നശിപ്പിക്കരുത്. പ്രപഞ്ചമടക്കി ഭരിക്കുന്ന സൃഷ്ടാവായ അല്ലാഹു ആകാശത്തെ സൃഷ്ടിച്ചവൻ അവനാണ്, ഭൂമിയെ സൃഷ്ടിച്ചവൻ അവനാണ്. ഇതൊന്നും നമ്മളെ കഴിവുകൊണ്ട് സൃഷ്ടിച്ചതല്ല. അവൻ സൃഷ്ടിക്കപ്പെട്ട സ്ഥലത്തേക്ക് പോലും നമുക്ക് പോകാൻ കഴിയുന്നില്ല. അത്രയ്ക്കും ഈ ലോകം അത്ഭുതകരമായി സൃഷ്ടിച്ച അല്ലാഹു
അവന്റെ നാമങ്ങൾ നമ്മൾ ചൊല്ലിയിട്ട് ദുആ ചെയ്താൽ എത്ര വലിയ വിഷമമാണെങ്കിലും ഖാലിഖായ റബ്ബ് സുബ്ഹാനഹു വ തആല അതിൽ നിന്ന് നമ്മളെ രക്ഷപ്പെടുത്തുന്നതാണ്. അല്ലേ? അത്ര മഹത്തായ ഒരു നാമത്തെയാണ് ഞാൻ നിങ്ങൾക്ക് ഇന്ന് പരിചയപ്പെടുത്താൻ പോകുന്നത്. അതുപോലെ ഞാൻ നേരത്തെ പറഞ്ഞായിരുന്നു, നമ്മുടെ ഭാവി കാര്യങ്ങൾ നമുക്ക് എന്തെങ്കിലും കിനാവിലുള്ള അറിയണമെങ്കിൽ വുളൂവോടുകൂടി ഖിബ്ലക്ക് നേരെ തിരിഞ്ഞ് ഉറക്കം വരുന്നത് വരെ ചൊല്ലിയാൽ അല്ലാഹു ഭാവി കാര്യങ്ങൾ അല്ലാഹുവിനെ അറിയിച്ചു കൊടുക്കുന്നതാണ്. അതിനുള്ള പ്രതിവിധിയും അല്ലാഹു ഉറക്കത്തിൽ കാണിച്ചു കൊടുക്കും. അപ്പോൾ ഇഖ്ലാസോടെ ആയിരിക്കണം നമ്മൾ ഈ അമൽ ചെയ്യേണ്ടിയുള്ളത്. ഏതാണ് ആ മഹത്തായ ഇസ്മ, ഈ അത്ഭുതകരമായ ഇസ്മ? അല്ലാഹുവിന്റെ ഈ അത്ഭുതകരമായ ഇസ്മ ഏതാ നമുക്ക് നോക്കാം. ഈ ഇസ്മ ഏതാണ്? അസ്മാഉൽ ഹുസ്നയിലെ 96ാമത്തെ ഇസ്മാണ്. 86 ഇതിന്റെ അദദ്. അപ്പൊ ഈ ഇസ്മ ചെല്ലുന്നവർക്ക് ഇതിന്റെ കാവൽക്കാരനായ ഒരു മലക്കിനെ അല്ലാഹു നമുക്ക് സഹായത്തിന് നൽകുന്നതാണ്. അല്ലാഹുവിന്റെ നാമങ്ങൾക്ക് ഒരുപാട് മഹത്വങ്ങളുണ്ട്. അപ്പൊ ഈ മഹത്വം അല്ലാഹു സുബ്ഹാനഹു വ തആല ചെല്ലുന്ന ഒരു മലക്കിനെ അല്ലാഹു അദ്ദേഹത്തിന്റെ സഹായത്തിന് നൽകുന്നതാണ്. ഈ ഇസ്മ ഏതാണ് എന്റെ പ്രിയപ്പെട്ട മുഅ്മിനീങ്ങളെ? യാ ബദീഉ യാ അല്ലാഹ്, 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 യാ ബദീഉ യാ അല്ലാഹ്. ഇല്ലായ്മയിൽ നിന്ന് പടക്കുന്നവനെ, ഇല്ലായ്മയിൽ നിന്ന് സൃഷ്ടിക്കുന്നവനായ റബ്ബേ, ഈ ഭൂമിയിൽ ഒരു വസ്തുവുമില്ലേ അല്ലാഹ്, ഒരു കാര്യവുമില്ലേ അല്ലാഹ്, അതെല്ലാം സൃഷ്ടിക്കുന്നവൻ നീയാണ്, എല്ലാം പടക്കുന്നവൻ നീയാണ്. അപ്പൊ ഇതിന്റെ അർത്ഥം എന്താണ്? ഇല്ലായ്മയിൽ നിന്ന് സൃഷ്ടിക്കുന്നവനെ എന്നാണ് ഇതിന്റെ അർത്ഥം. അപ്പം ഈ ഇസ്മ മഹത്തുക്കളായ ആലിമീങ്ങൾ പറഞ്ഞതുപോലെ നിങ്ങൾ ചൊല്ലിയിട്ട് അല്ലാഹുവിനോട് ദുആ ചെയ്താൽ ഖാലിഖായ റബ്ബ് സുബ്ഹാനഹു വ തആല കാരുണ്യവാനായ അല്ലാഹു നിങ്ങളുടെ മുറാദുകൾ ഹാസിലാക്കുന്നതാണ്. അല്ലാഹുവിന്റെ നാമങ്ങൾക്ക്, അവന്റെ പരിശുദ്ധമാക്കപ്പെട്ട നാമങ്ങൾക്ക് വലിയ മഹത്വമുണ്ട്. മുഅ്മിനീങ്ങളെ, ഒരുപാട് മഹത്വമുണ്ട്. എത്ര പറഞ്ഞാലും അല്ലാഹുവിന്റെ 99 നാമങ്ങളുടെ മഹത്വം പറഞ്ഞു തീരുകയില്ല. അത്രയ്ക്കും മഹത്വമുള്ള ഒരുപാട് നാമങ്ങളുണ്ട്. അല്ലാഹുവേ, ഖാലിഖായ പടച്ചവനെ, കാരുണ്യവാനായ റബ്ബേ, ഇതെല്ലാം നീ സ്വീകരിക്കണേ അല്ലാഹ്, ഇതെല്ലാം നീ ഖബൂൽ ചെയ്യണേ അല്ലാഹ്. ഇതെല്ലാം ഞങ്ങൾക്ക് രണ്ട് ലോകത്തും വിജയം കൈവരിക്കാനുള്ള ഒരു സാലിഹായ അമലാക്കി മാറ്റണേ അല്ലാഹ്. അൽഹംദുലില്ലാഹ്, അൽഹംദുലില്ലാഹി റബ്ബിൽ ആലമീൻ. اللهم صل على سيدنا محمد وعلى ال سيدنا محمد. اللهم اغفر لنا ولوالدينا ولمشايخنا ولأساتذتنا ولأحبابنا ولشاعرنا ولقبائلنا ولجيراننا ولمن أحب وأحسن إلينا ولمن له وكن علينا ولجميع أمة محمد صلى الله عليه وسلم. وقنا ربنا شر ما قضيت. اللهم اغفر لنا ربنا كما ربنا صغارا. أرحم الراحمين يا الله. പ്രപഞ്ചസിതാവായ പടച്ചവനെ, കരുണക്കടലായ അല്ലാഹ്, ഞങ്ങൾ പറഞ്ഞത് കേട്ടതെല്ലാം നീ സ്വീകരിക്കണേ അല്ലാഹ്. ഞങ്ങളെ ഈ മജ്‌ലിസിൽ നീ ബറക്കത്ത് ചൊരിയണേ അല്ലാഹ്. ഒരുപാട് അനുഗ്രഹങ്ങൾ ഞങ്ങൾക്ക് നൽകണേ പടച്ചവനെ അല്ലാഹ്. ഒരുപാട് പേര് ഞങ്ങളെ സദസ്സുകളിൽ, ഞങ്ങളെ വീഡിയോകൾ കാണുന്നവരവർ, ഞങ്ങളെ സദസ്സുകളിലുള്ളവർ അല്ലാഹുവേ, അവരുടെ ഞങ്ങളുടെ സകല മുറാദുകളും നീ ഹാസിലാക്കണേ അല്ലാഹ്. ഞങ്ങളുടെ കൂട്ടത്തിൽ രോഗികളുടെ ഞങ്ങളുടെ രോഗങ്ങൾ ശിഫയാക്കണേ അല്ലാഹ്. ഞങ്ങൾ പലരും കടക്കാരാണ്, കടങ്ങൾ വീട്ടണേ അല്ലാഹ്. ഞങ്ങൾക്ക് പലർക്കും ജോലിയില്ലാത്തവരാണ്, ജോലി നൽകണേ അല്ലാഹ്. അല്ലാഹുവേ, ഞങ്ങളുടെ കൂട്ടത്തിൽ വിവാഹപ്രായത്തിൽ നിൽക്കുന്ന എത്രയോ മക്കളുണ്ട് റബ്ബേ, അവർക്കെല്ലാം നീ സാലിഹീങ്ങളായ ഇണകളെ നൽകണേ അല്ലാഹ്. ഞങ്ങളെ മക്കളെയൊക്കെ സാലിഹീങ്ങളാക്കണേ അല്ലാഹ്. ഞങ്ങളുടെ കച്ചവടത്തിലും ഞങ്ങളുടെ തൊഴിലിലുമെല്ലാം നീ ബർക്കത്ത് നൽകണേ അല്ലാഹ്. ഞങ്ങളുടെ ശരീരങ്ങളിലും ഞങ്ങളുടെ മക്കളിലും ഞങ്ങളോട് ദുആ കൊണ്ട് വസിയത്ത് ചെയ്ത മുഅ്മിനീങ്ങൾ, മുഅ്മിനാത്തുകൾ, ഞങ്ങളുടെ ഇണകൾ അല്ലാഹുവേ, ഇവരെല്ലാം നീ ബർക്കത്തുകളും സന്തോഷങ്ങളും നൽകണേ അല്ലാഹ്. സർവ്വ മുസീബത്തുകളിൽ നിന്നും, ആപത്തുകളിൽ നിന്നും, ഇടങ്ങേറുകളിൽ നിന്നും, വേദനകളിൽ നിന്നും, രോഗങ്ങളിൽ നിന്നെല്ലാം ഞങ്ങളെയും ഞങ്ങളുടെ മക്കളെയും ഞങ്ങളുടെ കുടുംബത്തെയും ഞങ്ങളുടെ ഇണകളെയും ഞങ്ങളോട് ദുആ കൊണ്ട് വസിയത്ത് ചെയ്ത് എല്ലാവരെയും നീ കാക്കണേ അല്ലാഹ്. പടച്ചവനെ, ഹബീബായ നബി സല്ലല്ലാഹു അലൈഹി വസല്ലം ഞങ്ങളുടെ ബർക്കത്ത് കൊണ്ട് ഞങ്ങളുടെ ദുആ സ്വീകരിക്കണേ അല്ലാഹ്. ഞങ്ങളുടെ മുറാദുകൾ ഹാസിലാക്കണേ അല്ലാഹ്. റബ്ബനാ ആതിനാ ഫിദ് ദുനിയാ ഹസന വഫിൽ ആഖിറതി ഹസനത വഖിനാ അദാബന്നാർ.
بحق صلى الله على محمد صلى الله عليه وسلم صلى الله على محمد صلى الله عليه وسلم اللهم صل على محمد يا رب صل عليه وسلم.